നോക്കൂ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു പരിശീലനം നൽകാം. ഇത് മനസ്സിന്റെ ദിശ മാറ്റാൻ സഹായിക്കുന്ന ഒരു പരിശീലനമാണ്. ഇതിന്റെ പേര് മറ്റൊന്നുമല്ല, 3 ഗ്രാറ്റിറ്റ്യൂഡ് സ്ക്രിപ്റ്റ്. ഇപ്പോൾ നമ്മുടെ നന്ദി പറയുന്ന ഒരു പരിശീലനം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ 3 കാര്യങ്ങൾ എഴുതുക. ഒന്നാമതായി, നിങ്ങൾ നന്ദി പറയേണ്ട ഒരാളുടെ പേര്. അത് നിങ്ങളുടെ അമ്മയാകാം, അച്ഛനാകാം, ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം, സുഹൃത്താവാം, ഗുരുവാകാം, സഹപ്രവർത്തകരാവാം, ആരായാലും ശരി. ആ വ്യക്തിയെ മനസ്സിൽ ഓർക്കുക. അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒന്ന് ഓർക്കുക. മനസ്സിൽ ശാന്തമായി അവരോട് നന്ദി പറയുക. രണ്ടാമതായി, ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചൊരു അനുഗ്രഹത്തെ എഴുതുക. ഇന്ന് ലഭിച്ചല്ല, നിങ്ങളുടെ മുമ്പിലുള്ള ഏത് അനുഗ്രഹത്തെ ഒന്ന് എഴുതുക. നിങ്ങളിപ്പോൾ ജീവൻ നിലനിൽക്കുന്നത് നിങ്ങളുടെ അനുഗ്രഹമാണ്. ആരോഗ്യമുള്ളത് അനുഗ്രഹമാണ്. ഭക്ഷണമുള്ളത് അനുഗ്രഹമാണ്. നിങ്ങൾക്കൊരു വീടുള്ളത് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ജോലിയുള്ളത് അനുഗ്രഹമാണ്. പഠിക്കാൻ അവസരം ലഭിച്ച അനുഗ്രഹമാണ്. ഈ ക്ലാസ് കേൾക്കാൻ സാധിച്ചത് അനുഗ്രഹമാണ്. അങ്ങനെ പുതിയൊരു ദിവസം, അത് അനുഗ്രഹത്തോടുകൂടി തുടങ്ങാം. അങ്ങനെ എന്തുമാകാം. ആ പുതിയ അനുഗ്രഹത്തെ, അത് വലുതാണോ ചെറുതാണോ എന്നതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ആ നന്ദിയുള്ള അനുഗ്രഹത്തെ ഒന്ന് ഓർക്കുക, എഴുതി വെക്കുക. മൂന്നാമതായി, നന്ദിയുള്ള ഒരു അനുഭവത്തെ ഓർക്കുക. അനുഗ്രഹവും അനുഭവവും രണ്ടാണ് അല്ലേ? ഒരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾ എന്ത് അനുഭവിച്ചു? ഒരാളുടെ പുഞ്ചിരി കണ്ടപ്പോൾ നിങ്ങൾ എന്ത് അനുഭവിച്ചു? സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായി? ഒരു ശാന്തമായ നിമിഷം നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമുണ്ടായി? രാവിലെ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമുണ്ടായി? ഒരു നല്ല വാട്സപ്പ് മെസ്സേജ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായി? നിങ്ങൾ കിടക്കയിലേക്ക് ഇങ്ങനെ കിടക്കാൻ തയ്യാറായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവം വന്നു? ഒരു നല്ല വാക്ക് ആരെങ്കിലും പറഞ്ഞു, ഇതൊക്കെ മതി. പക്ഷെ എഴുതുമ്പോൾ ഒരു കാര്യം ഓർക്കുക, വെറും വാക്കുകൾ എഴുതരുത്, അത് അനുഭവത്തിലൂടെ എഴുതണം. നന്ദി എന്ന് പറയുന്നത് ബുദ്ധിയിൽ നിന്ന് എഴുതേണ്ട ഒരു കാര്യമല്ല, ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ 3 നന്ദി കുറിപ്പുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് കുറവുകളിൽ നിന്നും അനുഗ്രഹങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങും. ഒരു ദിവസത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നില്ല, പക്ഷെ 7 ദിവസം തുടർച്ചയായി ചെയ്തു നോക്കുക. മനസ്സിന്റെ ഭാരം കുറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് തന്നെ ഈ പരിശീലനം തുടങ്ങുക. അതിനുശേഷം നിങ്ങൾ വന്നിട്ട് യൂട്യൂബിൽ താഴെ കമന്റിൽ പറയുക, 7ാമത്തെ ദിവസം ഞാൻ പൂർത്തിയാക്കി, ഞാൻ നന്ദിയോടെ ജീവിക്കാൻ തുടങ്ങുന്നു എന്ന്. അതുപോലെ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ 3 നന്ദി കാര്യങ്ങളും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ഒരാൾക്ക് മറ്റുള്ളവർക്ക് അത് ഓർമ്മപ്പെടുത്തലാവുമെന്നതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ നന്ദി പറയാനുള്ള ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി എന്നൊരാൾ എഴുതുമ്പോൾ അടുത്തവന് ഇങ്ങനെ പെട്ടുകിടക്കുന്നവരുണ്ടല്ലോ, പറയാൻ പറ്റാതെ വിമ്മിഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കത് വലിയ അനുഗ്രഹമായി മാറും. നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് മറ്റുള്ളവന്റെ വളർച്ചയ്ക്കുള്ള മരുന്നായി മാറും. അപ്പൊ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ പറയാൻ മടിക്കരുത്, എവിടെയും പറയുക. ഏറ്റവും ഉചിതമായി നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമന്റ് ബോക്സിൽ തന്നെ ആയിക്കോട്ടെ. നോക്കൂ, നന്ദി പറയുന്ന മനുഷ്യൻ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനല്ല. നന്ദി പറയുന്ന മനുഷ്യൻ പ്രശ്നങ്ങൾക്കിടയിലും അനുഗ്രഹങ്ങൾ കാണാൻ പഠിച്ച മനുഷ്യനാണ് എന്ന്. ജീവിതത്തിൽ എല്ലാം ശരിയായാൽ നന്ദി പറയാമെന്ന് ആരും കരുതരുത്. ശ്വാസമുണ്ട്, അതിന് നന്ദി. പുതിയ ദിവസമുണ്ട്, അതിന് നന്ദി. ഭക്ഷണം കിട്ടി, അതിന് നന്ദി. വീണ്ടും നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടി, അതിന് നന്ദി. അപ്പൊ നന്ദി പറയുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകണമെന്നില്ല, പക്ഷെ പ്രശ്നങ്ങളെ കാണുന്ന മനസ്സ് മാറാൻ തുടങ്ങുമെന്ന് പറയുക. അപ്പോൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ ഇത് കണ്ടിട്ട് വെറുതെ വിട്ടുകളയരുത്. മനസ്സ് കുറവുകളിലേക്ക് മാത്രം പോകുന്ന ദിവസങ്ങൾ വീണ്ടും കേൾക്കാൻ സൂക്ഷിച്ചു വെക്കുക എന്ന് യൂട്യൂബ് കാണുന്നവരോടാ പറയുന്നത്. നിങ്ങളോട് സൂമിൽ പങ്കെടുക്കുന്നവരോടാ പറയുന്നത്. നിങ്ങളിത് എപ്പോഴാണ് ആവശ്യം വരിക എന്നറിയില്ല. ചിലപ്പോൾ നമ്മൾക്ക് പുതിയൊരു അറിവ് വേണമെന്നില്ല, ഉള്ള അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശബ്ദം മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഇപ്പോൾ അയച്ചു കൊടുത്തേക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പങ്കുവെക്കൽ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാം.